അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ എന്നെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്ന ബോധം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സംഭാവന എത്ര വലുതാണ്. നമ്മുടെ ജീവിതത്തെ മീനിങ് ഫുള്ളാക്കുന്നു. അവസാന നിമിഷം വരെ നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി തീർക്കുക, പ്രയോജനമുള്ളതാക്കി തീർക്കുക, അനുഗ്രഹമാക്കി തീർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഈ കിടപ്പ് രോഗികളെയൊക്കെ നമ്മൾ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മളവരെ പരിശീലിപ്പിക്കണം. അതിൻ്റെ റിസൾട്ട് നമ്മൾ അവരോട് പറയുകയും അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കിടപ്പ് രോഗികളുള്ള കുടുംബങ്ങൾ തന്നെ ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മുടെ ഇവിടെ ചില ആളുകൾ ഞായറാഴ്ച ധ്യാനിക്കാൻ വരുന്നത് കണ്ടമാനം കുടിച്ചിട്ടാണ് വരുന്നത്. കണ്ടമാനം കുടിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, ഒരു 48 മണിക്കൂറെങ്കിലും കഴിയാതെ നമ്മുടെ ബ്ലഡിൽ നിന്ന് ആൽക്കഹോളിൻ്റെ അംശം പോയി തരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒരു വ്യാഴാഴ്ച നേരം വെളുക്കുമ്പോഴൊക്കെയാണ് ഈ വചനം കേൾക്കാനായിട്ട് പറ്റുന്നൊരു നല്ല മൂഡിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ വ്യാഴാഴ്ച വൈകുന്നേരത്തെ ആരാധനയും കഴിഞ്ഞ് ചിലർ സ്ഥലം വിടുന്നു. ചോദിക്കും പറയും ഒക്കെ ക്ലിയറായെന്ന് പറയും. ഹല്ലേലൂയ. പക്ഷെ അവർ ധ്യാനം ശരിക്കും കൂടിയിട്ടില്ല. അങ്ങനെ അത് കൂടിയാലല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓടി ഇവിടുന്ന് അങ്ങ് പോകുന്നു. ശരിയാണ്, അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ക്ലിയർ ആയതുപോലെയൊക്കെ ഒരു അനുഭവം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അപ്പുറത്ത് ചെന്നിട്ട് ചില വിപരീത സാഹചര്യം വന്നു കഴിയുമ്പോൾ വീണ്ടും പോയി കുടിച്ച് കുഴപ്പത്തിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ലഹരിക്ക് അങ്ങനെയൊക്കെ അടിപ്പെട്ടു പോയിട്ടുള്ള സഹോദരങ്ങൾ അവർ ഒരു 2 ആഴ്ചയെങ്കിലും ഇവിടെ ധ്യാനിക്കാൻ ഒരുങ്ങി വേണം വരാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്ന് രാവിലെ കാപ്പുടി കഴിയുമ്പോൾ നിങ്ങൾ ഓടി ചുമ്മാ പോകാതെ ആ മരിയം കൂടാരം ഓഡിറ്റോറിയത്തിൽ ചെന്ന് അവിടെ ക്ലാസ്സും ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പങ്കെടുത്തോളുക. അവിടെ ഞായറാഴ്ച വരെ അവിടെ പങ്കെടുക്കുക. ഞായറാഴ്ച ആകുമ്പോൾ പുതിയ ധ്യാനം ഇവിടെ തുടങ്ങും. അപ്പോൾ വീണ്ടും ഈ ധ്യാനത്തിൽ കയറുക, അങ്ങനെ വീണ്ടും ഒരു ധ്യാനത്തിൽ അങ്ങ് പങ്കെടുക്കുക. അങ്ങനെ 2 ആഴ്ചത്തെ ധ്യാനം കൂടി ഒരുങ്ങി പ്രാർത്ഥിച്ച് നമ്മൾ പോകുമ്പോൾ അത് കൂടുതൽ നമുക്കൊരു കൃപ നമ്മുടെ മേൽ വർഷിക്കും, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഒന്ന് കൈയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒത്തിരി ആളുകൾ ഈ സാമ്പത്തിക തകർച്ചയിൽപ്പെട്ട് ഞെരുങ്ങിയാണ് കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്ക് സമ്പത്തിനെക്കുറിച്ചൊരു വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകണം. സമ്പത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ സമ്പത്തിന് വേണ്ടിയിട്ടല്ല.
പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തിലും സമ്പത്തിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പം അതുകൊണ്ട് ദൈവം തരുന്ന സമ്പത്തിന് ദൈവത്തോട് നമുക്ക് കണക്ക് ചോദിക്കാം, കണക്ക് കൊടുക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെയും അപ്പോൾ ദൈവത്തിൻ്റെയാണ് ഈ സമ്പത്ത് എന്ന് നമ്മുടെ മക്കൾക്കുമൊക്കെ ബോധ്യമാകണമെങ്കിൽ നമ്മൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ അംശം എപ്പോഴും സുവിശേഷ വേലയ്ക്കും പാവപ്പെട്ടവരെ സഹായിക്കാനും വേണ്ടി മാറ്റിവെച്ചുകൊണ്ടിരിക്കണം. ദശാംശം കൊടുക്കുക എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് ദൈവത്തിൻ്റെതാണ് സമ്പത്ത്. അതുകൊണ്ടാണ് അതെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഓഹരി സുവിശേഷ വേലയ്ക്ക് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഹല്ലേലൂയ. എപ്പോൾ കയ്യിൽ എന്ത് കിട്ടിയാലും അതങ്ങനെ ചെയ്യണം. അങ്ങനെ പരിശീലനം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. മലാക്കി പ്രവാചക പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവം പറയുകയാണ്, നിങ്ങൾ ദശാംശം കൊടുക്കണം. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കുക. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ വെല്ലുവിളിക്കുന്ന ഒരു വചനമാണത്. അതായത് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എങ്ങനെ? നിങ്ങൾ ദശാംശം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കുക. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യനെ വെല്ലുവിളിക്കുന്ന ഒരു വചനമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരംശം നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാനും വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അത് നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണ്. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം കേട്ടുകൊള്ളുക. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരൻ, അദ്ദേഹം വിദേശത്താണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു അവധി ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു ടി വിയിലൂടെ ഒരു പ്രസംഗം കേൾക്കുകയാണ്. ആ വചനപ്രഘോഷകൻ ഈ മലാക്കി 3:10 ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങൾ ദശാംശം കൊടുത്ത് നോക്കുവിൻ, ദൈവത്തെ നിങ്ങളൊന്ന് പരീക്ഷിക്കുക, അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു വിചിത്രമായി തോന്നി. അദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ ഒന്ന് പരീക്ഷിച്ച് കളയാം. ഹല്ലേലൂയ. പുള്ളിക്കാരൻ പുള്ളിയുടെ ആ മാസം ലഭിച്ച ശമ്പളത്തിൻ്റെ കൃത്യം 10% എടുത്ത് പുള്ളി നേരെ എടവപ്പള്ളിയിൽ വികാരിച്ചൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഹല്ലേലൂയ. ഇത് സുവിശേഷ വേലയ്ക്കും പാവപ്പെട്ടവരെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരൻ മടങ്ങിപ്പോരുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ പുള്ളിയുടെ കാർ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി. പുള്ളിക്കൊന്നും പറ്റിയില്ല. തന്നെയുമല്ല, അതിൻ്റെ പ്രത്യേകത, അന്നത്തെ ദിവസം അതിൻ്റെ തലേ ദിവസം തന്നെ പുള്ളിയുടെ ഇൻഷുറൻസും പരിപാടിയൊക്കെ തീർന്നു കിടക്കുകയായിരുന്നു.
അതുകൊണ്ട് ഈ കാറ് പൊളിഞ്ഞതുകൊണ്ട് പുള്ളിക്ക് ആ വകയിൽ ഒരു പൈസ പോലും കിട്ടിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഇത്രയും നാൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ പോയി ദശാംശം കൊടുത്തിട്ട് മടങ്ങി വരുന്ന വഴിക്ക് അപകടമുണ്ടായി. അതെന്തായിരിക്കും അങ്ങനെ സംഭവിക്കാൻ കാരണം? പുള്ളി മനസ്സിൽ വിചാരിച്ചു, ഞാൻ ചെയ്ത ഈ നല്ല കാര്യം ആർക്കോ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. ആർക്കായിരിക്കും ഇഷ്ടപ്പെടാതിരിക്കുക? ചെകുത്താനായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതുവരെ അവന് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഈ നല്ല കാര്യം ചെയ്തപ്പോഴേക്കും അവൻ എന്നെ കയറി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. അത് ചെകുത്താൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ചെകുത്താനെ പേടിപ്പിക്കലിന് മുമ്പിൽ ഞാൻ വഴങ്ങാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അദ്ദേഹം പയ്യെ ഇരുന്ന് ജോലി പ്രവേശിച്ച നാൾ മുതൽ ആ നിമിഷം വരെയുള്ള ശമ്പളമൊക്കെ പുള്ളി ഇങ്ങനെ കണക്ക് കൂട്ടി. അങ്ങനെ അതിൻ്റെ 10% പുള്ളി ചെയ്തു. അവിടെ ഒരു 40 ലക്ഷം രൂപ വരും. ഹല്ലേലൂയ. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചോട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ദശാംശത്തിൻ്റെ ഒരു 40 ലക്ഷം രൂപ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ അച്ഛന് തരാനായിട്ട് പോവുകയാണ്. ഏതൊരു നല്ല കാര്യങ്ങളും ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളിവിടെ മാനസിക രോഗികളുടെ ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിളിച്ച ഇദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് എളുപ്പമായി. അങ്ങനെയാണ് ആ കേന്ദ്രം ഉണ്ടാക്കാൻ ഇടയായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നീട് ആ സഹോദരൻ പറയുന്നത്, എൻ്റെ അച്ഛാ, ഞാൻ ദശാംശം കൊടുക്കുന്നതിലെല്ലാം ഇരട്ടി എനിക്ക് പല രീതിയിൽ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ പുരോഗതിയിലൂടെ ആ കമ്പനി എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനിടയായി. അപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഒത്തിരി ഫോൺ കോൾ പുള്ളിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇതെന്താ ഓഫീസ് സംബന്ധമായ കോളാണോ ഈ വരുന്നതൊക്കെ? പുള്ളി പറഞ്ഞു, അല്ല ചാ, കടബാധ്യത കൊണ്ട് മുടിഞ്ഞ ആളുകൾ വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, എന്തിനാണ് അവർ വിളിക്കുന്നത്? അവരെ എന്താ ചെയ്യണമെന്ന് അവർക്കറിയാൻ പാടില്ല ഈ സാമ്പത്തിക തകർച്ചയുടെ നിമിഷങ്ങളിൽ. അവിടെ ഞാൻ അവരെ അഡ്വൈസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത്? പുള്ളി പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന അഡ്വൈസ് മലാക്കി 3:10 കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദശാംശം കൊടുക്കാൻ ഞാൻ അവരെ സഹായിക്കും. ഹല്ലേലൂയ. അവരത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ വാഗ്ദാനം ദൈവം അവരിൽ പൂർത്തിയാക്കും. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വരുമാനത്തിൻ്റെ അംശം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ ഈ ധ്യാന മന്ദിരമാണെങ്കിൽ ഇവിടെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ തന്നെയും 100-300ഓളം ആളുകൾ വീട്ടിൽ പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, വീടും കുടിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ മാനസിക രോഗികൾ അങ്ങനെ വലിയൊരു ഭാഗം ആളുകൾ ഇവിടെ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ഈ ധ്യാന മന്ദിരത്തെ സഹായിക്കാൻ കഴിയും. കൂടാതെ നമ്മുടെ കേരളത്തിൽ ധാരാളം ധ്യാന മന്ദിരങ്ങളുണ്ട്. അവിടെയെല്ലാം സുവിശേഷ വേല നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം സൗകര്യം പോലെ അവിടെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, എല്ലാവരുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള തകർച്ചകൾ ദൈവം അനുവദിക്കാറുണ്ട്. ഹല്ലേലൂയ.
ഈ തകർച്ചകളിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്തുന്നത്. ഹല്ലേലൂയ. ജോബിൻ്റെ മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. ജോബ് വലിയ ധനാഢ്യനൊക്കെ ആയിരുന്നല്ലോ. സാമ്പത്തികമായി മുഴുവൻ തകർന്നു, മക്കൾ മരിച്ചു, ശരീരം മുഴുവൻ കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞു. ഈ ജോബിനെക്കുറിച്ച് ദൈവം പറഞ്ഞു വെച്ചത് എന്താണ്? എൻ്റെ ഭക്തനായ ജോബിനെ കണ്ടോ എന്നാണ് ദൈവം ചെകുത്താനോട് ചോദിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അത്രയ്ക്കും ദൈവത്തിന് ജോബിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്. എൻ്റെ ഭക്തനായ ജോബിനെ കണ്ടോ എന്ന്. ഹല്ലേലൂയ. ഈ ജോബ് തകർച്ചയിലൂടെ എല്ലാം കടന്നു പോയതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന ദാനങ്ങൾ നമ്മളതിലാണ് പലപ്പോഴും മുഴുകിയിരിക്കുന്നത്. എന്നാൽ ആ ദാനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അപ്പോഴാണ് ഈ ദാനം തന്ന ദാതാവിനെ വ്യക്തമായി നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഈ ദാനമെല്ലാം തന്ന നമ്മളെ സ്നേഹിക്കുന്ന ആ ഈശോയെ നമ്മൾ കാണുമ്പോൾ, ഒരു വ്യക്തി ഈശോയെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് തന്നെ തന്നെ മുഴുവനായി ഈശോയ്ക്ക് കൊടുക്കുക എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്നെ യേശുവിന് സമർപ്പിക്കുക. യേശു നിൻ്റെ രക്ഷകരും കർത്താവും നാഥനുമായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴാണ് നിൻ്റെ ഭാരമെല്ലാം ഉണ്ടോ ഈശോ ഏറ്റെടുക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. നീ നിന്നെ കൊടുക്കാനായിട്ട് തയ്യാറാകുക. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവുകൊണ്ടും പല കാര്യങ്ങളും നടക്കുകയില്ല. നമ്മുടെ സ്വന്തം ശക്തിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ബുദ്ധിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ആരും നമ്മളെ സഹായിക്കുന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴൊക്കെ അതൊരു സമ്പൂർണമായ സമർപ്പണത്തിനുള്ള സമയമാണെന്ന് മനസ്സിലാക്കുക. നീ നിന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ധ്യാനമന്ദിരത്തിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് സ്വയം നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ എന്നെ ഈശോയ്ക്ക് കൊടുത്തോ? ഹല്ലേലൂയ. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം. ചില ആളുകൾ പല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെ പല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരുണ്ട്. പക്ഷേ അങ്ങനെ പല നല്ല തീരുമാനങ്ങൾ എടുത്ത പല ആളുകളും കുറേ കഴിയുമ്പോൾ ആ തീരുമാനങ്ങളൊക്കെ പയ്യെ പയ്യെ വിട്ടുപോകും. പക്ഷേ നീ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിനക്ക് മറ്റെല്ലാ തീരുമാനങ്ങളും നടപ്പാക്കാനുള്ള കൃപ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നീ നിന്നെ തന്നെ കൊടുക്കുക. ഒരിക്കൽ ഒരു സഹോദരൻ എടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒത്തിരി നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തു, ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. കാരണം എനിക്ക് ഇതുവരെയും ജോലിയൊന്നും ആയിട്ടില്ല, കടബാധ്യതകൾ എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വല്ലാത്ത വിഷമത്തിലാണ്. ഈ വിഷമത ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ എൻ്റെ ഈ വിശ്വാസത്തിൽ തന്നെ എനിക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന് പേടിയുണ്ട്. അത് എന്നോട് പറയുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു,
ഇദ്ദേഹം സ്വന്തം ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. യേശുവിന് തന്നെ കൊടുക്കുക. അങ്ങനെ അദ്ദേഹം യേശുവിനെ കർത്താവ് നാഥനുമായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചു. ആ സമർപ്പിച്ച ശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോഴൊന്നും ജോലിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിന് ശേഷം ജോലിയൊന്നും കിട്ടിയില്ലല്ലോ എന്ന കാര്യമൊന്നും പഴയതുപോലെ എന്നെ ഭയപ്പെടുത്തുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ ആർക്കാണ് എന്നെ സമർപ്പിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം. ആ ഈശോ ചതിക്കാനോ ചതിക്കപ്പെടാനോ സാധ്യമല്ലാത്തവനായ ഈശോയ്ക്കാണ് ഞാൻ എന്നെ കൊടുത്തിരിക്കുന്നത്. അവിടെ എൻ്റെ എല്ലാ ഭാരവും അവൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ തരുന്ന ആ വലിയ സംരക്ഷണത്തിൻ്റെ വലിയ സ്നേഹാനുഭവം അദ്ദേഹം ഇങ്ങനെ അനുഭവിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളെ തന്നെ ഈശോയ്ക്ക് കൊടുക്കേണ്ടത്? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയാം, ഈശോയെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ഒരു സമർപ്പണമാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര ഇങ്ങോട്ട് വന്നേ. ഞാൻ ഈ ബുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പോവാണ്. ഇവിടെ നോക്കിക്കോ. ഞാൻ കൊടുത്തോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കൊടുത്തോ? പുള്ളിക്കാരൻ കയറി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ കൊടുത്തോ? കൊടുത്തു എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ കൈ വിടണം, എന്നാലേ കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ മേലുള്ള എല്ലാ അവകാശവും നമ്മൾ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഞാനിനി എൻ്റെതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മളെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കൈകൾ യാനാവരം പിടിക്കാം. ഇതാ ഇവിടെ കാഴ്ചവെപ്പിൽ ശുശ്രൂഷയിരിക്കുമ്പോൾ പ്രവേശിക്കുകയാണ്. ഒടുക്കത്തെ താഴത്തിൽ കാസയും പീലാസയും ഉയർത്തി അപ്പവും വീഞ്ഞും ഉയർത്തി തന്നെ പരിപൂർണമായി ഈശോ സമർപ്പിക്കുമ്പോൾ മാനവരാശിയെ മുഴുവനും അവിടുന്ന് തന്നോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവിടുന്ന് ഒടുക്കത്തെ താഴത്തിൽ ആ സമർപ്പണം നടത്തിയത്. അതിനാൽ നമുക്കിന്ന് ഇവിടെ ഈ അപ്പവും വീഞ്ഞും ഉയരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അവ നിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്ന പോലെ ഞങ്ങളും നിന്നിൽ രൂപാന്തരപ്പെടുവാൻ ഇടയാകണമേ. ഈ കാഴ്ചവസ്തുക്കൾ നിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളും ഈ ഭൂമിയിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമായി ദൈവമക്കൾ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നിൻ്റെ പക്കലായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് എന്ന ഉത്തമമായ ബോധ്യം ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. കാരുണ്യവാനായ കർത്താവേ, നിനക്ക് യോജിക്കാത്ത എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ ഈ നിമിഷം നീ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തെറ്റായ ബന്ധങ്ങൾ നീങ്ങിപ്പോകട്ടെ, ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തങ്ങൾ നീങ്ങിപ്പോകട്ടെ, പണത്തിൻ്റെ ദുരുപയോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന തിന്മയുടെ മാർഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്